കോഴിക്കോട് ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൈവിലങ്ങോടെ ചാടിപ്പോയ പ്രതി പിടിയിലായി. അസം സ്വദേശി പ്രസഞ്ജിത്താണ് പിടിയിലായത്. UP സ്വദേശിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് പ്രസഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. രാഹുൽ KV ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, കൈവിലങ്ങോടെയാണ് പ്രതി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ള അനുമാനത്തിലായിരുന്നു പോലീസ്. പക്ഷേ വലിയ തോതിലുള്ള ഊർജിത തിരച്ചിലാണ്, നാട്ടുകാരും ഒപ്പം ചേർന്നിരുന്നു. ഇപ്പോൾ പ്രതിയെ എവിടെ നിന്ന്, എങ്ങനെ, എപ്പോഴാണ് പിടികൂടിയത്? ഇന്നലെയാണ് കോഴിക്കോട് ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൈവിലങ്ങോടെ പ്രതി ചാടിപ്പോയത്. അസം സ്വദേശിയായിട്ടുള്ള പ്രസഞ്ജിത്താണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇന്നലെ മുതൽ രാത്രി വളരെ ഊർജിതമായിട്ടുള്ള പരിശോധനയാണ് പോലീസ് നടത്തിയത്. കൈവിലങ്ങോടെ ചാടിപ്പോയത് കൊണ്ട് തന്നെ അധികം ദൂരത്തേക്ക് പ്രതി പോകാനിടയില്ല എന്നുള്ളൊരു നിഗമനം ഉണ്ടായിരുന്നു. നാട്ടുകാരും ഉൾപ്പെടെ ചേർന്നുള്ള ഊർജിത തിരച്ചിലായിരുന്നു പ്രതിക്ക് വേണ്ടി നടത്തിയിരുന്നത്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ ആ പ്രതി പിടിയിലായി എന്നുള്ള വിവരമാണ് വരുന്നത്. അസം സ്വദേശി പ്രസഞ്ജിത്താണ് പിടിയിലായിരിക്കുന്നത്. UP സ്വദേശിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് പ്രസഞ്ജിത്ത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ എവിടെ നിന്നാണ് പിടികൂടിയത് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അറിയേണ്ടതുണ്ട്. വലിയ തോതിലുള്ള ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് ഇന്നലെ രാത്രി മുഴുവൻ നടന്നിരുന്നത്. കൈവിലങ്ങുമായിട്ടാണ് ഈ പ്രതി ചാടിപ്പോയത്. ഇയാൾ രക്ഷപ്പെട്ടത് മുതൽ വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുള്ള അന്വേഷണമാണ് നടത്തിയിരുന്നത്. ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള വാർത്ത വരുന്നു. ആ പ്രതി പിടിയിലായിരിക്കുന്നു. അസം സ്വദേശിയായിട്ടുള്ള പ്രസഞ്ജിത്താണ് പിടിയിലായിരിക്കുന്നത് എന്നുള്ള നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. UP സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയായിരുന്നു. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു, കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞപ്പോൾ മുതൽ ആശങ്കയിലായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ഈ തിരച്ചിലിന്, പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിത തിരച്ചിലായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയ ശേഷം പ്രതിയെ പിടികൂടിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഏറെ നിർണായകമായിട്ടുള്ള വിവരമാണ്. ഇപ്പോൾ പ്രസഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചാടിപ്പോയ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, ഇയാൾ രക്ഷപ്പെട്ടത് മുതൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. ജനങ്ങൾ കൂടി, നാട്ടുകാർ കൂടി ഈ തിരച്ചിലിൽ പങ്കെടുത്തിരുന്നു. കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. രാഹുൽ, എവിടെ നിന്ന്, എപ്പോൾ, എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? കൂടുതൽ പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. കൈവിലങ്ങുള്ളത് കൊണ്ട് അധിക ദൂരം ഇയാൾക്ക് പോകാൻ കഴിയില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ വിലയിരുത്തിയതാണ്. കാരണം ദൂരം അങ്ങനെ അധികം സഞ്ചരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ പുറത്തേക്ക് പോയാൽ തന്നെ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വളരെ പെട്ടെന്ന് വരും. കാരണം 2 കൈകളും വിലങ്ങ് വെച്ച പ്രതിയാണ്. അതുകൊണ്ട് ദൂരം പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പ്രദേശത്ത് തന്നെ ഒരു സ്കൂൾ കെട്ടിടമുണ്ട്. അവിടെ വെച്ചാണ് പ്രതി ഏതായാലും പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ 7:20 ഫറോക്ക് സ്റ്റേഷനിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടു പോകുന്നത്. അതായത് പോക്സോ കേസിൽ ഫറോക്ക് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഒരു താമസിക്കുന്ന UP സ്വദേശിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ്. ബംഗളൂരുവിൽ വെച്ചാണ് പ്രതിയെ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി സെല്ലിൽ നിന്നിറക്കി കൈവിലങ്ങ് വെച്ച് പുറത്ത് നിർത്തിയ സമയത്ത് ഇയാൾ പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് കടന്നുപോയി എന്നാണ് പോലീസുകാർ പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ ആരംഭിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആ മേഖല ഒന്നാകെ നാട്ടുകാരുടെ സഹായത്തോടെ, ജനവാസ മേഖലയാണ്, നേരെ റോഡിലൂടെ നടന്നു പോകുന്നത് നാട്ടുകാർ കാണുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപകമായി തിരഞ്ഞു വരികയായിരുന്നു. വിവിധ സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി AR ക്യാമ്പിൽ നിന്നടക്കം പോലീസുകാർ വന്നാണ് തിരച്ചിൽ നടന്നിരുന്നത്. അങ്ങനെ രാഹുൽ, ഈ സ്കൂളിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് വലിയ ദൂരത്ത് അല്ലല്ലേ സ്കൂൾ? ആ പരിസരത്ത് തന്നെയാണ്? അതെ. അധിക ദൂരം ഏതായാലും ഇയാൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിസരത്ത് തന്നെ, അതായത് ജനവാസ മേഖലയോട് ചേർന്ന് തന്നെയുള്ള ആ സ്ഥലത്ത് തന്നെയാണ് ഇയാൾ ഒളിച്ചിരുന്നത്. അതായത് അവിടെ പതുങ്ങി ഇരിക്കുകയായിരുന്നു എന്നാണ് ഈ തിരികെയായിരുന്ന പോലീസുകാരൊക്കെ തന്നെ പറയുന്നത്. അത് തന്നെയാണ് കരുതിയിരുന്നതും. രാത്രി ആയതുകൊണ്ട്, ഇരുട്ടായതുകൊണ്ട് ഇയാൾക്ക് പതുങ്ങിയിരിക്കാൻ കഴിയും, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് രാത്രി നമ്മളെ തിരയുന്ന സമയത്ത് പോലീസുകാരൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. ചെറു ഗ്രൂപ്പുകളായാണ് ആ മേഖലയിൽ ഒന്നടങ്കം പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നത്. അങ്ങനെയുള്ള രാഹുൽ, എന്തായാലും കൈവിലങ്ങ് ഉണ്ടായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പോലീസിന് കൂടുതൽ അനുകൂലമാകുകയായിരുന്നു.